KSRTCയിലെ പുത്തൻ പരിഷ്കാരം വരുന്നുണ്ട്. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്മാർട്ട് കാർഡ് അവതരിപ്പിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഒരു സ്മാർട്ട് കാർഡൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി സൂപ്പറായിരിക്കും നമ്മൾ. അപ്പം ന്യായമായിട്ട് ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സംസ്ഥാനത്ത് 2 നിയമമാണ്. ഗവൺമെൻറ്റിന് ഒരു നിയമവും മറ്റ് പ്രൈവറ്റ് വ്യക്തികൾക്ക് വേറൊരു നിയമമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഗവൺമെൻറ്റിന് വേറെ നിയമം, അത് വേറൊരു സംവിധാനമാണ്, അതിന് വേറൊരു നിയമം, സാധാരണക്കാർക്ക് വേറൊരു നിയമം. അപ്പം അതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ബസ്സിൽ കയറുവാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ ആ കണ്ടക്ടർ എടുത്ത് ചെന്നിട്ട് ഒരു കോളേജ് വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ ചെല്ലുന്നു, ബാഗുമായിട്ട് ചെല്ലുന്നു, ഞാൻ യൂണിഫോം ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബാഗ് മാത്രമേ ഉള്ളൂ, എൻ്റെ ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൺസെഷൻ കിട്ടും. പക്ഷേ KSRTCയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിട്ട് സാറിനോട് അപേക്ഷിക്കണം. ഡിപ്പോയിലെ സാറിനോട് അപേക്ഷിച്ചിട്ട് സാറിൻ്റെ അടുത്ത് കാശ് കെട്ടി 1 മാസത്തേക്ക് നമ്മൾ ഒരു ചാർട്ട് മേടിച്ച്, അതാണിപ്പോൾ സ്മാർട്ട് കാർഡ് ആക്കിയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചാർട്ട് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണ്ടക്ടർ നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിങ്ങനെ ടിക്ക് ചെയ്യും, വാവ് പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അത് മേടിച്ച് ഫൈൻ പിടിച്ചിരിക്കും. അതായത് മുൻകൂർ നമ്മൾ കെട്ടണം. പക്ഷേ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ നേരത്ത് നമ്മൾ പോകുന്ന നേരത്ത് 1 രൂപയെങ്കിൽ 1 രൂപ, 5 രൂപയെങ്കിൽ 5 രൂപ കൊടുത്താൽ മതി, പ്രശ്നം കഴിഞ്ഞു. അപ്പം 2 നിയമം ഒരേ സംസ്ഥാനത്ത്, ബസ്, അതും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഓടുന്ന ബസ്സിന് ഫോർമാലിറ്റീസ് കൂടുതൽ. അത് സ്മാർട്ടാക്കിയെന്ന് പറയാൻ വേണ്ടിയിട്ട് മന്ത്രി വരുന്നതിനോട് ഒരു പുച്ഛം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല.